మా కూతురు నిద్రమత్తులో ఉంది కదా అని మా కూతురు బట్టలు తీసేసి ബലാത്കാരം చేసి നോറ് മൂసి തന്റെ മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കൊലയാളിയെ വെടിവെച്ചോ എന്നൊരു അച്ഛനെ കുറിച്ചിട്ട് എല്ലാ മലയാളികൾക്കും അറിയാം. അതുപോലെയുള്ള മറ്റൊരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. 100 Days 100 Crime Stories ഡേ നമ്പർ 3. പ്രസാദും ചന്ദ്രലേഖയും കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് 12 വയസ്സുള്ള ഒരു മകൾ കൂടിയുണ്ട്. ആ ഒരു മകളെ നാട്ടിലുള്ള ചന്ദ്രലേഖയുടെ സഹോദരി ലക്ഷ്മിയുടെ വീട്ടിൽ നിർത്തിയിട്ടാണ് അവർ കുവൈറ്റിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു ദിവസം ലക്ഷ്മി ഇവരെ കോൾ ചെയ്തിട്ട് പറയുകയാണ്, ഇവിടെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ മകളെ നിങ്ങൾ തിരികെ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചന്ദ്രലേഖ നാട്ടിലേക്ക് വരികയും അവരുടെ മകളെ കുവൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് ഈ ഒരു പെൺകുട്ടി ചന്ദ്രലേഖയോട് തനിക്ക് ആ ഒരു വീട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. അതിനെ കുറിച്ചിട്ട് ప్రసాద్ പറയുന്നത് തന്നെ നമുക്ക് నేరటొందు కేక. నేను నిద్రమత్తులో ఉన్నాను. మా తాత పంటలన్నీ తీసేసినాడు. ఇక్కడ పట్టుకొని చెస్ట్ దగ్గర ఊతినాడమ్మా. ఇంకా చెప్పరాని ప్లేస్ లో పట్టుకొని గట్టిగా ఊపినాడు చానని ఇట్లా మూత పెట్టేసినాడు. చెవితో మూతేసినాడు. నాకు భయం వేసిందమ్మా. ఈ మాదిరి చేసినాను. తర్వాత బుజ్జమ్మ చెప్పినాను. తరువాత మా మరదలైనా గాని మా మరదల వాళ్ళ భర్త రమణ అయినా గాని వీళ్ళిద్దరూ ఈ మనిషిని దేనికి ఈ మాదిరి చేసినావు పసిబిడ్డలని ఒక్క మాట అడగల. తరువాత నా బిడ్డను వీళ్ళిద్దరూ బెదిరించినారు. తాత ఈ మాదిరి అని చేసినాడు అని. ചന്ദ്രലേഖയുടെ സഹോദരി ലക്ഷ്മിയുടെ അമ്മായിയപ്പനാണ് ഈ ഒരു കേസിലെ അക്യൂസ്ഡ് എന്ന് പറയുന്നത്. അങ്ങനെ ചന്ദ്രലേഖ നാട്ടിലേക്ക് എത്തുകയും ഇയാൾക്കെതിരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന ഒരു പോലീസുകാർ ഈ ഒരു കിളവനെ വിളിച്ചു വരുത്തിയിട്ട് അയാളെ ഉപദേശിച്ച് തിരിച്ചുവിടുകയാണ് ഉണ്ടായത്. എന്നാൽ 1-2 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 7-ാം തീയതി രാത്രി ഈ ഒരു കിളവൻ കൊല്ലപ്പെടുകയാണ്. പോലീസുകാർ പല രീതിയിൽ അന്വേഷിച്ചെങ്കിലും യാതൊരു തെളിവുകളും കണ്ടെത്തിയില്ല. എന്നാൽ ഈ ഒരു സംഭവം നടന്ന് 4 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 11-ാം തീയതി പ്രസാദ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഒരു ലൈവ് വരികയുണ്ടായി. ആ ഒരു ലൈവിൽ തന്നെ ഈ ഒരു കിളവനെ കൊന്നത് താനാണെന്നും അതെന്തിനാണ് ചെയ്തതെന്നും അതെങ്ങനെയാണ് ചെയ്തതെന്നുമുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രസാദ് പങ്കുവച്ചു. അതിനുശേഷം അയാൾ നാട്ടിലെത്തി സറണ്ടർ ആവുകയും ചെയ്തു. ഈ ഒരു കേസിന് പിന്നിലുള്ള യഥാർത്ഥ മോട്ടീവ് തന്നെയാണോ എന്ന് അറിയാനായിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു.